എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു കുസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെട്രോന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ബസ് സ്റ്റേഷനിലേക്ക് പോകണം. എവിടെയെന്നൊന്നും അറിയില്ല. ബസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടുന്ന് ബസ് പിടിച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടേക്ക് പോകുന്നത്, കുസാറിലേക്ക്. അപ്പോൾ ഇതൊരു അവോഗസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ് സ്റ്റേഷനാണ്, അല്ല മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. 2 മെട്രോ മാറി കയറേണ്ടി വന്നു. അപ്പോൾ അവിടുന്ന് നമ്മളിന്നിപ്പോൾ ബസ് കയറി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളോടൊപ്പം വരിക, നമുക്ക് അങ്ങോട്ട് തകർക്കാന്ന് ഏത്. അപ്പോൾ ശരി, വായോ. മെട്രോ ഇറങ്ങിയപ്പോൾ നമുക്കിവിടെ ബസ് സ്റ്റേഷൻ കാണാനുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ നടക്കാട്ടോ. അടിയിലൊരു നല്ലൊരു ഷോപ്പിംഗ് മാൾ പോലെ ഉണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബസ്സുകൾ കുറേ നിൽക്കുന്നുണ്ട്. നീ ചോദിച്ചു നോക്കണം എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. കുസാർ ആ ലാസ്റ്റ് ഓക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി നോക്കാൻ പറ്റും. അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ തോന്നും. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് പോകും. ഹൗ മച്ച്? 6 മന്നാത്ത് 47 കപ്പ്. അപ്പോൾ 6.50 മന്നത്തിന് നമുക്ക് കുസാറിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുസാറിലേക്കുള്ള വണ്ടി. നമ്മളപ്പോൾ കയറാൻ പോകട്ടോ. പ്രോബ്ലം വന്നു. അതിനെ ഇറക്കി നമ്മളെ. കാരണം എന്താ വെച്ചാൽ ആ വണ്ടി അതിന് ശേഷം വരുന്ന വണ്ടിയിൽ കയറാനുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള ആ വണ്ടിയിലേക്ക് കയറാൻ പോകാം. ചെറിയൊരു പാളിച്ച വണ്ടിയിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതിലേക്ക് കയറാൻ എന്തായാലും കുറച്ചുകൂടി വൃത്തിയുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. ആരുമില്ല, സമയം എടുക്കുന്നു തോന്നുന്നു വരാൻ. നോക്കിയോ, നമ്മളിപ്പോൾ യാത്ര തുടങ്ങുകയാണല്ലോ. ഡ്രൈവറൊക്കെ വന്നിരുന്ന് സെറ്റായി. ഇനി മാറ്റില്ലാന്ന് ഇരിക്കുക. ഒരു സൈഡിൽ നല്ല കുന്നുകളാണ്, മട്ടക്കുന്നുകളാണ്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് പച്ചപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ചായ കുടിക്കാനൊന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ബസ്സിൽ നിന്ന്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വെച്ചിട്ടാണ്. ഓക്കെ, എനിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടാണ്. ടോയ്ലറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു അനാറിൻ്റെ ഒരു അമ്മമ്മ ഇരിക്കുന്നുണ്ട്. ഇതെടുക്കാൻ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞത് എൻ്റെ മുകളിൽ ഫുള്ളായിരിക്കും എന്തായാലും. സൈഡിൽ മൊത്തം ഈ സാധനമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, നമ്മുടെ അനാറ്. എല്ലാതും ഇങ്ങനെ ഉണ്ടായി വന്നിക്കണം. കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പഴുത്ത സാധനം പൊട്ടിക്കാൻ പറ്റും. ചെറിയ ചെറിയ കടകളൊക്കെ എല്ലാ ഐറ്റംസുകളും ഉണ്ട്. കാണുന്നതൊക്കെ മുന്തിരി തോട്ടം, ഫുള്ള് മുന്തിരിയാണ്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇവിടെ നിന്ന് നല്ല ഫുള്ള് ആൾക്കാർ, ഇതുപോലെ കുറേ ചെറിയ ചെറിയ കടകളും തിക്ക് ബഹളമാണ്. അപ്പോൾ ഒന്ന് നടന്നു നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം. എവിടേക്കാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. ചോദിച്ചു നോക്കാം. മാർക്കറ്റ് കൂടെ നടന്നു പോകട്ടെ. പച്ചക്കറി മാർക്കറ്റ്, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലും ചെറിയ ചെറിയ കടകൾ, ഫ്രഷ് വെജിറ്റബിൾ മാർക്കറ്റാണ്. പീച്ചുണ്ട്,
അപ്പോൾ നമ്മളൊരു തൊപ്പി മേടിച്ചിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തൊപ്പി. ഇപ്പം അതിൻ്റെ ഒരു കുറവ് എന്താണെന്ന് വെച്ചു, ഒരു 7 മന്നത്ത് മേടിച്ചു, കുറച്ച് കൂടുതലാണ്, എന്നാലും മേടിച്ചു എന്തായാലും. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തോ ഒരു കാണാണെന്ന് പറഞ്ഞു, പോയി നോക്കി നോക്കാം. അറിയില്ല, വെള്ളത്തിൻ്റെ എന്തോ ഒരു ചാട്ടം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, നോക്കി നോക്കാം. ഇവിടെ ഫുൾ മാർക്കറ്റാണ്, ചുറ്റിലും പച്ചക്കറി കടകളും അതുപോലെ തന്നെ തുണിത്തരങ്ങളും പിന്നെ ഫ്രഷ് സാധനങ്ങളാണ് കിട്ടുന്നത്. അതൊരു പ്രത്യേകതയാണ്. എന്തായാലും ഒന്ന് നല്ല രസമുണ്ട് കാണാൻ, ഇവിടുത്തെ ആൾക്കാരെയും ഇവിടുത്തെ ജീവിത രീതികളും ഒക്കെ കാണാൻ നല്ല രസം ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ ഇതുകൂടെ പോയി നോക്കി നോക്കാം, എവിടെയൊക്കെയും എത്തും നോക്കി നോക്കാം, അറിയില്ല. ഒരു മീറ്റ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ 2 സ്ഥലത്തും ഇതുപോലെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ്, വെറുതെ കാണാൻ. മാർക്കറ്റാണ്, തുണികളും അതുപോലെ തന്നെ ഷൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കിഡു മാർക്കറ്റ്. ഒരു ലക്ഷ്യമില്ലാതെ നടക്കാനുണ്ടോ സംഭവം ഇവിടെ എത്തിയതായിരുന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കുറേ കാര്യങ്ങൾ കാണാം. ഗുസാറിലെ ഈ മാർക്കറ്റ് നിങ്ങൾ കാണേണ്ടതാണ്. അത്യാവശ്യം ലോക്കൽ വെജിറ്റബിൾസ്, നല്ല ഫ്രഷ് വെജിറ്റബിൾസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഗുസാറിൽ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ ആൾ പറയണത് ഇവിടെ അധികം ഒന്നും കാണാനില്ല, ഷദാഖിൽ തന്നെ പോകണം, ഷദാഖിൽ പോയാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഷദാഖിലേക്ക് വെച്ച് പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ടൈമുണ്ടോ എന്നറിയില്ല, ടൈമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷദാഖിൽ പോവും. ഓക്കെ, может быть, с этой стороны пойдем. Вот отсюда пойдем. ഇവിടെ നിന്ന് ഷദാഖിലേക്ക് പോവാണ്. ഷഹാദാക്ക. അപ്പോൾ അവിടുന്ന് 17 റുപ്യക്ക് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ആള് റോൾസ് റോയ്സിൽ പോകാന്ന് വെച്ചു. അതാണ് ആളാണ് നമ്മുടെ ഡ്രൈവർ. അപ്പോൾ റോൾസ് റോയ്സിൽ പോവാ നമ്മുടെ ആളിട്ടാ. നമ്മളുടെ ഡ്രൈവർ സ്ലാവിക് ചേട്ടനായിട്ട് നമ്മൾ ഷദാഖ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ റോളർ കോസ്റ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ.